എല്ലാ വകുപ്പുകളിലുമുണ്ട് അനർഹർ. ക്ഷേമ പെൻഷൻ തട്ടിപ്പിലെ ഉദ്യോഗസ്ഥരുടെ പേരുവിവരങ്ങൾ പുറത്തുവിടില്ല. സാമൂഹ്യക്ഷേമ പെൻഷൻ പട്ടികയിൽ അനധികൃതമായി ഇടം നേടിയ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിക്ക് വകുപ്പ് മേധാവികൾക്ക് നിർദ്ദേശം നൽകി ധനവകുപ്പ്. മസ്റ്ററിംഗിലടക്കം തട്ടിപ്പ് നടന്നുവെന്നാണ് വിലയിരുത്തൽ. കൈപ്പറ്റിയ പണം പിഴ സഹിതം തിരിച്ചുപിടിക്കാനാണ് നീക്കമെങ്കിലും അനർഹരുടെ പേരുവിവരങ്ങൾ പുറത്തുവിടേണ്ട എന്നാണ് ധാരണ. സർക്കാർ പേറോളിൽ ഉൾപ്പെട്ട എത്ര പേർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ടതിന്റെ ലിസ്റ്റാണ് ധനവകുപ്പ് പുറത്തുവിട്ടത്. എല്ലാ വകുപ്പുകളിലുമുണ്ട് അനർഹർ. കർശന നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ലിസ്റ്റ് ധനവകുപ്പ് അതാത് വകുപ്പ് മേധാവികൾക്ക് കൈമാറിയിട്ടുള്ളത്. അനർഹരുടെ പട്ടികയിൽ വ്യക്തിഗതമായ പരിശോധനയാണ് നടക്കുക. സർക്കാർ സർവീസിലുള്ള ഭിന്നശേഷിക്കാരാണ് പട്ടികയിൽ കൂടുതലുമുള്ളതെന്നാണ് വിവരം. സർവീസിൽ പ്രവേശിച്ചിട്ടും സാമൂഹ്യക്ഷേമ പെൻഷൻ വേണ്ടെന്ന് എഴുതി കൊടുക്കാതെ ബോധപൂർവം പണം കൈപ്പറ്റുന്നവരുമുണ്ട്. മസ്റ്ററിംഗിലും ഇവരെ പിടിക്കാനാകാത്തതിന് കാരണം തദ്ദേശ വകുപ്പ് ജീവനക്കാരുടെ പിന്തുണ കൂടി ഉള്ളതുകൊണ്ടാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പരമാവധി ആളുകളെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ മത്സരിക്കുന്നതാണ് പതിവ്. അനർഹർ പട്ടികയിലുണ്ടെന്ന് CAG കണ്ടെത്തിയിട്ടും സർക്കാർ വലിയ കാര്യമാക്കിയിരുന്നില്ല. പിന്നീട് പെൻഷന് വൻതുക വേണ്ടിവന്ന സാഹചര്യത്തിലാണ് പരിശോധന കർശനമാക്കിയത്. IKM പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് തട്ടിപ്പ് പിടിച്ചത്. നടന്നത് ഒരു തട്ടിപ്പാണെങ്കിലും പണം തിരിച്ചുപിടിക്കുന്നതിനപ്പുറം പേരുവിവരങ്ങൾ പുറത്തുവിടാൻ നീക്കമില്ല. രാഷ്ട്രീയ സമ്മർദ്ദമടക്കം ഇതിന് കാരണമാണ്. ഗസറ്റഡ് ഉദ്യോഗസ്ഥർ, കോളേജ് അധ്യാപകർ, ഹയർ സെക്കൻഡറി അധ്യാപകർ തുടങ്ങിയവർ ക്ഷേമ പെൻഷൻ നിയമവിരുദ്ധമായി കൈപ്പറ്റുന്നതായാണ് സർക്കാർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. പാലക്കാട്, തിരുവനന്തപുരം ജില്ലയിലെ സർക്കാർ കോളേജ് അധ്യാപകരാണ് സാമൂഹിക ക്ഷേമ പെൻഷൻ വാങ്ങുന്നതായി കണ്ടെത്തിയത്. ഹയർ സെക്കൻഡറി അധ്യാപകരായ 3 പേർ പെൻഷൻ വാങ്ങുന്നു. ആരോഗ്യവകുപ്പിലെ 373 പേരും പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ 224 പേരും നിയമവിരുദ്ധമായി സാമൂഹ്യക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നതായാണ് കണക്കുകൾ. ഇവരിൽ നിന്നും പലിശയടക്കം തിരിച്ചുപിടിക്കാനാണ് സർക്കാർ നീക്കം.